തണുപ്പൊക്കെ ഉണ്ടല്ലോ. അതെ കണ്ണടച്ചോന്ന് അവന്റെ അടി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ജാതി അടിയാ. അവൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉറക്കം നടക്കത്തില്ല, അവനെ മനസ്സമായിട്ട് ഇരിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് പോയി സീറ്റ് പിടിക്കാം. ഏത് സീറ്റ്? ഉണ്ടോ അവിടെ ഒരു സീറ്റ് ഉണ്ട്, അവിടെ പോയിരുന്നാലോ? രണ്ടാമത് സീറ്റാ? ഹലോ 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 ആ സീറ്റിനെ പറ്റിയാണോ? അതെ 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 അവിടത്തെ എന്റെ പൊന്നടാവേ, അവിടെയൊക്കെ പോയിരുന്നുണ്ടല്ലോ പിന്നെ ദൂതിന്റെ കളിയായിരിക്കും. വരുന്നവരും പോകുന്നവരൊക്കെ പിന്നെ ചുമ്മാ മറ്റേ ദൂത് പറയും. അത് ശരിയാ ശരിയാ. അങ്കിയാണ് ഒരു കാര്യം ചെയ്ത് നമുക്ക് അതിന്റെ പുറകാട്ടുണ്ട് തൂണുണ്ട്, തൂണ് അതിന്റെ പുറകിൽ ചിത്തേറി ഉണ്ടോ, അവിടെ പോയിരുന്നാലോ? അയ്യോ ആ തൂണല്ലേ? അതന്നെ, അത് സ്ത്രീകളുടെ സ്ഥലമല്ലേ ആ ആ തൂണ്? അതെ അവിടെ പോയിരിക്കാം. പിന്നല്ല ഞാൻ പറയാൻ പറ്റിയത് കറക്റ്റ് പോയിന്റ്. കാര്യം അവിടെ പോയിരിക്കുകയാണെങ്കിലോ നമുക്ക് ശരിക്കും ഒന്ന് ഇരിക്കാം, കാലൊക്കെ ഒന്ന് നേർത്തി ആകെ വിളർത്തി ഇരിക്കണം. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഫുൾ റിസ്കാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, ഒട്ടും ലേറ്റ് ആക്കണം, അവിടെ പോയി ഇരിക്കാം, അടുത്ത ആളുടെ മുമ്പ് ആര് എന്റെ പൊന്നളിയ വരുന്നില്ലേ? ആടാ ആള് വരുന്നുണ്ട് കേട്ടോ, അവിടെ കൂടെ കൂടെ വരുന്നുണ്ട്. എങ്ങോട്ടാന്ന് അറിയില്ല. എപ്പോഴും അതാണല്ലോ പരിപാടി. എപ്പോഴും നടന്നിട്ട് പരിപാടി എല്ലാ സമയത്ത് ഇതുവരെയാണല്ലോ. ഞാൻ എന്തുവാണ് കാണിക്കുന്നത്? ആരാധന വരുമ്പോ ഞാൻ ആ പോണ്ട് പാർക്കിലായിരുന്നു. ഞാൻ നിനക്കറിയാം, ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ, എന്ത് പറഞ്ഞാലും ഞാൻ കറങ്ങി തിരിഞ്ഞ് അവിടെയൊക്കെ തന്നെ വരും. ഞങ്ങളെല്ലാം വന്നാലും താനാണെങ്കിൽ കണ്ടടത്തോടെ ഇറങ്ങി നടക്കുമോ? ഇവിടെ തനിക്ക് നാണമില്ല, ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളൂ. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധയോടെ കേട്ടോ. ഇപ്പോഴത്തെ ആരാധന എന്നൊരു കാര്യം ആരാധനയല്ല, പിന്നെ പിതാക്കന്മാരുടെ ആരാധന. എവിടെ ആ പോണ്ട് പാർക്കാണ് ആരാധന? പോണ്ട് പാർക്ക് വിട്, ആരാധന വിട്. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, ഇന്നലെയൊക്കെ നമുക്ക് ആരാധന വന്നല്ലോ, ഓക്കെ റെഡിയല്ലേ? നമുക്കെന്നാ ആദ്യം നമുക്ക് ശരിക്കും ഒന്ന് കൈയൊക്കെ അടിച്ച് കൈയൊന്നും അടിച്ചില്ലേലും കുഴപ്പമില്ല. എന്തുകൊണ്ട് താൻ കാണിക്കുന്നത്? താൻ എല്ലാപ്പോഴും വഴികളൊക്കെ അടിക്കാൻ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പോഴത്തെ ആരാധിക്കുന്നു കൈയൊന്നും അടിച്ചില്ലേലും കുഴപ്പമില്ലെന്ന് മനസ്സുകൊണ്ടൊക്കെ ആരാധിച്ചാൽ മതി. അപ്പൊ ഞാൻ കണ്ടു തുടങ്ങേണ്ട ആവശ്യമില്ലേ? നീ കണ്ടടിച്ചിരുന്നു, ഈ ആവശ്യമില്ലാത്ത എല്ലാം കാണും, നീ കണ്ടിരുന്നു. കൈയൊന്നും അടിക്കാതെ പയ്യാൻ ഇരുന്നാ മതി. ഇപ്പോഴുള്ള കാലം മരയ്ക്കുക. അതൊക്കില്ല എണീറ്റ് നിന്നാണല്ലോ. ഇന്നങ്ങോട്ട് എണീറ്റ് നിന്നാ കുറച്ച് കഴിയുമ്പോ തൊട്ട് കാലിന്റെ അടിവശം തൊട്ടുണ്ടല്ലോ തരിപ്പ് ഇങ്ങോട്ട് കേറി വരും. അതെ ആ പിന്നെ നമ്മളെ ഒന്നും വേറെ ഇല്ല. നമ്മളാണെങ്കിൽ നിങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരണം. ഈ കാലില്ലാതെ അടക്കുവോ? ആ ശരിയാണ്, പുള്ളി ഇങ്ങനെയാ കേട്ടോ, പുള്ളിയുടെ നേച്ചർ ഇങ്ങനെയാ. പണ്ടോട്ടെ പുള്ളി ഇങ്ങനെയാ, പുള്ളിയെ വിട്ടേക്ക്. ഏതായാലും ആരാധന കഴിച്ച് നമുക്ക് എന്താ പ്രസംഗത്തിലേക്ക് കിടക്കാം. ഭാഷ വരുന്നത് നമുക്ക് ശ്രദ്ധയോടെ ഇത്ര നേരത്തെ പോലെ അല്ല, അടങ്ങിയിരിക്കണം. പ്രസംഗിക്കാൻ പോകുന്നത് ഭാഷ വരുന്നത് നമുക്ക് അത് ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ പോകും. അതെന്താ ഒരു സൗണ്ട് വരുന്നത്? ശരിയാണല്ലോ, ഒരു സൗണ്ട് സൗണ്ട് ഞാൻ നോക്കട്ടെ. ആ അടിക്കുന്നത് അർജന്റ് കോളാട്ടോ. ആ വൈബ്രേഷൻ കാണുമ്പോൾ എടുക്കട്ടെ എടുക്കട്ടെ എടുക്കട്ടെന്നോ? ഇവിടെ പ്രസംഗം നടന്നോണ്ടിരിക്കുകയാണ്, മോള് കാണുന്നത് എടുക്കുന്നില്ലെന്ന് പറഞ്ഞാ എടുക്കാൻ പറ, എടുക്കുന്നില്ലെന്ന് പറ. ഞാൻ എന്നാ പറയുന്നേ? ഏകദേശം ഒരു കാര്യം ചെയ്യും, നമുക്കൊരു കാര്യം ഉണ്ടാക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും, നമുക്ക് ടീമായിട്ട് ഏതായാലും നമുക്കിപ്പോ ഫോൺ എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? കണ്ടേ, ഇവിടെ എല്ലാം ഫുഡ് നോക്കണം, ആരെങ്കിലും ഇത് നോക്കുന്നുണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ പക്ഷെ നോക്കണം കേട്ടോ, അറിയാലോ ആദ്യം നോക്കണ്ട കലിപ്പാണ്. ഒരു കാര്യം പറയാം, ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ആരും കാണാതെ പെട്ടെന്ന് ഫോൺ എടുക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നീ നോക്കിയോ? ഓക്കെ, അപ്പൊ വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കിട്ട് പറയാം കേട്ടോ. എടുത്തു ആരും നോക്കുന്നില്ല. മോശമായി കേട്ടോ.
മോശമായിപ്പോ അർജന്റ് കോളല്ല അതിൽ എടുക്കാൻ തന്നെ മോശമായിപ്പോ ഇവിടെ ഒരാളിങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ ഫോണിന്റെ പുറകെ പോകുന്നത്? മോശമായിപ്പോയി. അത് മോശമായിപ്പോയി. ഓഫീസിൽ നിന്നുള്ള കോളല്ലേ എന്തോ ഓഫീസിൽ എന്തോ ഓഫീസിൽ അതെ ഞാൻ കണ്ടായിരുന്നു. HR വിളിച്ചോന്നു ഓഫീസിൽ നിന്ന്. HR അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ HR എന്ന് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം എന്റെ മൈൻഡിലോട്ട് വന്നത്. അതായത് 2 മാസം മുമ്പേ നാട്ടിൽ നിന്നാണെങ്കിൽ കുറെ അച്ചാർ കൊടുത്തു കിട്ടും. അച്ചാറിന്റെ പൊന്നോ, ആ ബാഗിനകത്ത് ഫുള്ള് അച്ചാറിന്റെ കളി. അതിന് എടുക്കാൻ വേണ്ടി താൻ എന്താ ഈ പറയുന്നത്? താൻ എച്ചാറിന്റെ കാര്യം അച്ചാറിന്റെ കാര്യം വരുന്നതിനാണ് താൻ നാളെ പറഞ്ഞ കാര്യമല്ലേ? അച്ചാർ നാട്ടിൽ വന്ന് തൂടി പോകുന്നോ അല്ലെങ്കിൽ 2 മാസം പോട്ടെ. ഇന്ന് രാവിലെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഗ്യാസ് ഓഫ് ചെയ്തോ? എവിടെ ഓഫ് ചെയ്തിട്ടില്ല? ഓഫ് ചെയ്തില്ല. ഇല്ലല്ലേ? എനിക്കറിയാം ഓഫ് ചെയ്തിട്ടില്ല. ഇല്ല ഞാൻ ഇറങ്ങിയപ്പോൾ സൗണ്ട് വിടും. ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടതല്ലേ ഓഫ് ചെയ്തത്? പിന്നെ ഗ്യാസ് ഓഫ് ഞാൻ കണ്ടതല്ലേ? പിന്നെ അല്ലാതെ പിന്നെ ഓഫ് ചെയ്തു കേട്ടോ. ഇതാ ഞാൻ പറയുന്നത് താൻ വഴിമുടക്കാട്ടിക്ക് വരുമെന്ന്. നിങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം കൂടുതൽ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളോട് ഇതൊക്കെ പറയാൻ ആരാ ഉള്ളത്? അടിപൊളി. വേറെ കാര്യമുണ്ട്. ചെയ്യുമ്പോ കയ്യില് ഉണ്ടല്ലോ, എടുത്ത് വെച്ചോട്ടോ. അപ്പൊ നമുക്ക് അതിലുണ്ട് ബാക്കി കാര്യങ്ങൾ. ശരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പുള്ളിയുടെ പോക്കറ്റിൽ 1000-ന്റെ നോട്ട്, 500-ന്റെ നോട്ട്, 100-ന്റെ നോട്ട്, 5-ന്റെ നോട്ട്, 10-ന്റെ നോട്ട്, ഇത്രയും നോട്ട് ഉണ്ടായിരുന്നു. ഏതാ ഇട്ടേ? ഏതിടണം? ഏതാ അറിയത്തില്ലേ? ഇല്ല. 5. 5 ഏതാ ഇട്ടേ? ഏതാ? ഏത് പോയി? ഏത് പോയി? 1000 പോയേ. ഈശോ, ചുമ്മാ എപ്പോഴും ഇത് തന്നെ പോയില്ലേ? 1000 പോയെന്ന് തോന്നുന്നു. ഞാനും കണ്ടില്ല. ഇങ്ങേരാണെങ്കിൽ സ്വോത്രക്കാരന്റെ ഭാഗത്ത് നടത്തി പോക്കറ്റ് കൈ ഇട്ടു കുലുക്കി അമർത്തി കിട്ടുന്ന മാത്രമേ ഞാൻ കണ്ടത്. നോക്ക് ഏതാ നോക്ക്. ഭക്ഷണം നോക്കുന്നുണ്ടോ നോക്ക് കേട്ടോ, ഞാൻ നോക്കട്ടെ. പതിയെ നോക്കിയാ മതി. ഇതിന്റെ സ്ഥലത്ത് 1000, 5 1000 സേവായി. അതെ, സ്വത്രാഴ്ച കഴിഞ്ഞ്. അല്ല, സ്വത്രാഴ്ച കഴിഞ്ഞത്. അല്ല, വെള്ളോട്ട് പോകണ്ടേ? ഏത് വിളിക്കോട്ട്? അല്ല, സ്വത്രാഴ്ച കഴിയുമ്പോ നമ്മൾ വെള്ളോട്ട് പോകുന്നുണ്ടല്ലോ. അല്ല, സ്വത്രാഴ്ച കഴിയുമ്പോ നമുക്ക് കാലൊക്കെ നിർത്താൻ പറ്റത്തുള്ളൂ. ഏത് കാര്യം? നമുക്ക് വെള്ളത്ത് പോയിട്ട് വരണ്ടേ? ഇവിടെ നിർത്തിയാ മതി. എന്ത് നമ്മളെ കാലില് എപ്പോഴും എല്ലാവരും സ്വത്രാഴ്ച വിളിക്കും. എന്റെ കാലിന് വിലയില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, അവനെ പറ്റി പറഞ്ഞ കാര്യമില്ല. കണ്ണാടി വെച്ചെന്ന് തോന്നുന്നു. പോകുന്നുണ്ടല്ലോ എല്ലാ ആഴ്ചയും 3 പ്രാവശ്യം പോവാം. എന്നാ കുഴപ്പമില്ല. അതെ എനിക്കൊരു കാര്യം പറയണ്ടേ? എന്ത് എനിക്കൊരു കാര്യം, ഒരു വിഷമോ പറയാം. എന്ത് വിഷമം? എല്ലാരും ശ്രദ്ധിക്കണമല്ലോ പറയത്തുള്ളൂ. ഈ ഫോൺ കണ്ടോ? ഈ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 വർഷമായിട്ടുള്ള ഫോണാണ്, യൂസ് ചെയ്യുന്ന ഫോണാണ്. ഈ ഫോണ് കോൾ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. കോള് വരുന്നുണ്ടോ? ഈ ഫോട്ടോ പിടിക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇല്ല. ചെയ്യാന്ന് പറ. ആ നീല ഷർട്ടിന് പുള്ളി കണ്ടോ? നാണം കുടിഞ്ഞ അത് തന്നെ. തിരിച്ചാന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ കണ്ട ഐഫോണാ. ഐഫോൺ വെച്ചോണ്ടല്ലോ പുള്ളി. ഐഫോണും പുള്ളി എല്ലാ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പുള്ളിയുടെ ലൈഫൊക്കെയാണ് ലൈഫ്. കാറിന് കാറ്, ഐഫോൺ റിച്ച് ലൈഫ്, ലൈഫ്. അതെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ.
നമുക്ക് ഈ കാറിലും ഐഫോണിലും അല്ലെങ്കിൽ അതുപോലത്തെ ഐറ്റംസിലൊന്നും അല്ല വലിയ കാര്യം. മനസ്സിലായില്ലേ? നമ്മുടെ മെയിൻ അത് കുഴപ്പമില്ല, അങ്ങനെ ഉള്ളതാ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാറിലും ഈ ഐഫോണിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. പറഞ്ഞായിരുന്നോ? പിന്നെ എപ്പോഴാ പറഞ്ഞു? അല്ല, ഞാനും പറഞ്ഞു. ഞാനിവിടെ പറയാം, അതിനിടയ്ക്ക് പറയണ്ട. പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ കാറിലും ഐഫോണിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യമില്ല. മനസ്സിലായില്ലേ? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എന്താണ്? ബോഡി വേണം. ബോഡി ഇല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? നോക്കങ്ങോട്ട് ഫിലിപ്പേട്ടൻ കണ്ടോ? കണ്ടോ? നോക്ക്. എല്ലാവരും നോക്കുകയാണ്. നമ്മുടെ ഫിലിപ്പേട്ടൻ പുള്ളിക്ക് ശക്തിക്ക് ശക്തി, ഒറ്റയ്ക്ക് ഒത്തി, ഭക്തിക്ക് ഭക്തി, എല്ലാം ഇതൊക്കെയാണ് വേണ്ടത്. അല്ല നിങ്ങൾ ചുമ്മാ ഒരുമാതിരി ഫോണ്, ഐഫോണ്, കാറ്, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? എത്ര മണിക്കൂറായിരുന്നോ? 2 മണിക്കൂറായി. നമ്മൾ ഇതുവരെ ഒന്ന് ആരാധിച്ചോ? ഇല്ല. ആരാധിച്ചോ? ഇല്ല. മറ്റുള്ളവരെ എന്ത് നോക്കുന്നു, എന്ത് ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ. ഒരു കാര്യം പറയും, നമുക്ക് ഇനി ഒന്ന് ആരാധിക്കാം. കണ്ണ് അടച്ചൊന്ന് പ്രാർത്ഥിക്കും. ഓക്കെ, കൈയൊക്കെ കൂട്ടിയൊന്ന് ആരാധിക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ആ ചെവി തുറന്ന പ്രസംഗമൊക്കെ കേക്ക്. കേൾക്കണം. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വളരെ വളരെ വലിയ കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കത് ശരിക്കും ഇനി ഒന്ന് ആരാധിക്കാം. അതെ, ഞാൻ ആരാധിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഞാൻ പടം വരെ ബാക്കിയുള്ളൂ. ഏത് കാര്യം? അതെ, ഇനി നിന്ന ആ കഞ്ഞിപ്പിടി നമുക്ക് മിസ്സാവും. അതുകൊണ്ട് കഞ്ഞി കുടിച്ചിട്ട് വീട്ടിൽ പോകാം.